ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് പാരാമീറ്റേഴ്സ് ഓഫ് BCH കോഡ്സ്. ആദ്യം നമുക്കൊരു തിയറം നോക്കാം. തിയറം പറയുന്നത് ഒരു BCH കോഡിൻ്റെ ഡയമെൻഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് ദ പ്രിമിറ്റീവ് എലമെൻറ്റ് ആൽഫ. ഒരു ഫീൽഡിന് ഒന്നിൽ കൂടുതൽ പ്രിമിറ്റീവ് എലമെൻറ്റ്സ് വരാം അല്ലേ. അപ്പം ആൽഫ ഏതാണോ പ്രിമിറ്റീവ് എലമെൻറ്റ് ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല BCH കോഡിൻ്റെ ഡയമെൻഷൻ. അതുപോലെ തന്നെ BCH കോഡിൻ്റെ ഡയമെൻഷൻ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് Q⁻m-1 മൈനസ് m ഇൻറ്റു ഡെൽറ്റ മൈനസ് 1. ഡെൽറ്റ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഡിസൈൻഡ് ഡിസ്റ്റൻസ് ഡെൽറ്റ കോഡിൻ്റെ ഡിസൈൻഡ് ഡിസ്റ്റൻസ് ആണ്. അതായത് BCH കോഡിൻ്റെ ഡയമെൻഷൻ്റെ ഒരു ലോവർ ബൗണ്ടാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ചെയ്യാൻ ആദ്യം നമ്മൾ CI എന്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സൈക്ലോട്ടോമിക് കോസെറ്റ് ഓഫ് Q മോഡുലോ Q⁻m-1 കണ്ടെയ്നിങ് I, അതാണ് CI കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സൈക്ലോട്ടോമിക് കോസെറ്റുകളുടെ യൂണിയനെ ഞാൻ S എന്നെടുത്തു. ഓക്കെ, അപ്പോൾ ഐയുടെ റേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചോണം. A മുതൽ A+ ഡെൽറ്റ മൈനസ് 2 വരെയാണ്. അങ്ങനെയാണെങ്കിൽ മിനിമൽ പോളിനോമിയൽ MI ഓഫ് X തന്നിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി? ഇത് നമ്മൾ തിയറം 3.4.8 കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജനറേറ്റഡ് പോളിനോമിയൽ G ഓഫ് X എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ LCM ഓഫ് MA ഓഫ് X. MA ഓഫ് X എന്താണ്? ഈ ഡെഫിനിഷനകത്തോട്ട് കൊടുക്കാമല്ലോ അല്ലേ. അതുപോലെ MA+1 ഓഫ് X. ഓക്കെ, എക്സെട്ര MA+ ഡെൽറ്റ മൈനസ് 2 ഓഫ് X. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോഡക്റ്റുകളാണ്. ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഓരോ പ്രോഡക്റ്റിലും ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റിൽ വന്ന ആള് അല്ലെങ്കിൽ ഒരു മിനിമൽ പോളിനോമിയലിൽ വന്ന ഫാക്ടർ അടുത്ത മിനിമൽ പോളിനോമിയലിൽ വരത്തില്ല. കാരണം കോസെറ്റുകളെല്ലാം ഡിസ്ജോയിൻ്റ് ആണല്ലോ. വരത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം ഏതെങ്കിലും ഒക്കെ കോസെറ്റുകൾ ഈക്വൽ ആവാം. ചില കോസെറ്റ്സ് ഈക്വൽ ആവാം, കോസെറ്റിൽ സെയിം ആവാം. അപ്പം ഈ പ്രോഡക്ട്സിനെ നമുക്ക് LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഈ മിനിമൽ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരും അല്ലെ. LCM എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരും. സോ അപ്പോൾ ഇതിനെ നമുക്ക് ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ഓവർ I ബിലോങ്സ് ടു S എന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം ഈ കോസെറ്റുകളുടെ യൂണിയനെ ആണല്ലോ നമ്മൾ S എന്ന് പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അപ്പോൾ യൂണിയനകത്ത് എന്തായാലും നമ്മൾ വന്ന ഒരാളെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഈ കോസെറ്റ് ഏതെങ്കിലും സെയിം ആണെങ്കിൽ തന്നെയും യൂണിയനകത്ത് എല്ലാ കോസെറ്റുകളും വരും. ഓക്കെ, അപ്പം നമുക്ക് LCM എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദീസ് പോളിനോമിയൽസ് വരും. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ എല്ലാം കൂടെ ഈ പ്രോഡക്റ്റുകളുടെ LCMത്തിനെ എല്ലാം കൂടെ ഒറ്റ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അങ്ങനെയാണ് ജനറേറ്റഡ് പോളിനോമിയൽ ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണെങ്കിൽ G ഓഫ് Xന്റെ ഡിഗ്രി എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നോക്കിയേ, ഓരോ ഫാക്ടേഴ്സ് എല്ലാം ലീനിയർ ഫാക്ടേഴ്സാണ് അല്ലേ. X-α⁻I. അപ്പോൾ Xന്റെ പവർ 1 ആണ് ഓരോ ഫാക്ടറിലും. അപ്പോൾ ഈ പ്രോഡക്റ്റിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ. അതായത് എസിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി ഡിഗ്രി ഓഫ് G ഓഫ് X കിട്ടാൻ. ഓക്കെ, Xന്റെ ഏറ്റവും വലിയ പവർ അല്ലേ ഡിഗ്രി. അപ്പം നിങ്ങൾ നോക്കേണ്ടത് എത്ര ലീനിയർ ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട് G ഓഫ് Xനകത്ത് ഉണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം ലീനിയർ ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ എത്ര ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാം. എത്ര ലീനിയർ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കാൻ എസിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. കാരണം എസിലെ ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ഓരോ ലീനിയർ ഫാക്ടർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഡിഗ്രി ഓഫ് G ഓഫ് X എന്ന് പറഞ്ഞാൽ സിംപ്ലി നമുക്ക് കാർഡിനാലിറ്റി ഓഫ് S എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഡയമെൻഷൻ ഓഫ് ദ കോഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ലെങ്ത് മൈനസ് ഡിഗ്രി ഓഫ് ജനറേറ്റഡ് പോളിനോമിയൽ. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ K = Q⁻m-1 മൈനസ് കാർഡിനാലിറ്റി S എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ ഈ എസ് എന്ന് പറഞ്ഞാൽ കോസെറ്റ്സിന്റെ യൂണിയൻ ആണ്. എസ് ആൽഫയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ, ഒരു ബന്ധവും ഇല്ല. എസ് എന്തായാലും ആൽഫയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സൈക്ലോട്ടോമിക് കോസെറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആൽഫയെ നോക്കുന്നുണ്ടോ? ഇല്ല. സോ അപ്പം ഈ ഡയമെൻഷന്റെ എക്സ്പ്രഷനകത്ത് എവിടെയെങ്കിലും ആൽഫ വരുന്നുണ്ടോ? ഇല്ല. സോ ഡയമെൻഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ചോയ്സ് ഓഫ് ആൽഫ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. ഇനി സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഗെയിൻ ആ K = ഇക്വേഷൻ എഴുതി. ഇനി കാർഡിനാലിറ്റി എസിന് പകരം യൂണിയൻ CI എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഓൾറെഡി നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു CIs ചില കോസെറ്റ്സ് ഈക്വൽ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ എന്തായാലും ഇൻ ജനറൽ യൂണിയൻ CIയുടെ
കാർഡിനാലിറ്റിയും സം ഓവർ കാർഡിനാലിറ്റി ഓഫ് സി ഐയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് വരുന്നത്. ഓക്കെ, കാരണം ചില കോസെറ്റ്സ് സെയിം ആയിട്ട് വരാം, അതുകൊണ്ട്. അപ്പൊ ഈ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് കിട്ടിയത്. ഇനി ഓരോ കോസെറ്റിലും മിനിമം എം എലമെന്റ്സ് ഉണ്ട്. അതായത് കാർഡിനാലിറ്റി ഓഫ് സി ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എലമെന്റ്സ് ഉണ്ടെന്നല്ല, മാക്സിമം എം എലമെന്റ്സ് ആണ് ഉള്ളത്. ഓരോ സൈക്ലോട്ടോമിക് കോസെറ്റ് എടുത്താലും അതിനകത്ത് മാക്സിമം എം എലമെന്റ്സ് ആണ് ഉള്ളത്. ഇതെങ്ങനെയാണ് കിട്ടിയത്? ഇത് നമുക്ക് നോക്കാം. ഇത് കിട്ടുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് സൈക്ലോട്ടോമിക് കോസെറ്റ് എന്താണെന്ന് പറയണം. എന്താണ് ഒരു സൈക്ലോട്ടോമിക് കോസെറ്റ്? സി ഐ ഇസ് ഈക്വൽ ടു ഐയെ കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് ആണ് അല്ലേ? അപ്പം ഐ ആണ് ആദ്യത്തെ എലമെന്റ്. ഇനി ക്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഈ ഐയെ അല്ലേ? ഇനി ഒന്നും കൂടെ ക്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ക്യൂ സ്ക്വയർ ഐ. എങ്ങനെയാ പോകുന്നത് അല്ലേ? ഇതിലെ ലാസ്റ്റ് എലമെന്റ് എന്താ? സപ്പോസ് കാർഡിനാലിറ്റി ഓഫ് സി ഐ എസ് ആണെങ്കിൽ ലാസ്റ്റ് എലമെന്റ് എന്ത് വരും? ക്യൂ റൈസ് ടു എസ് മൈനസ് 1 ഐ വരും. ക്ലിയർ ആയോ? ഞാൻ താഴോട്ട് എഴുതാം. അപ്പൊ ഇതിലെ ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ റൈസ് ടു എസ് മൈനസ് 1 ഇൻറ്റു ഐ. ഓക്കെ, എന്നാലല്ലേ ടോട്ടൽ എലമെന്റ്സിന്റെ എണ്ണം എസ് വരത്തുള്ളൂ അല്ലേ? അപ്പൊ ഈ എസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എസ് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ സച്ച് ദാറ്റ് ഐ ക്യൂ റൈസ് ടു എസ് എന്ത് വരണം? കോൺഗ്രുവൻ ടു ഐ ആവണം. എന്നാലല്ലേ ഈ കോസെറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലേ? മോഡ് ഏതാ? മോഡിലോ അറിയാലോ? മോഡിലോ ഏത് മോഡിലോ നമ്മൾ നോക്കുന്നത്? സോറി, പേജ് മാറിപ്പോയി. such that I q raised to s congruent to I mod q raised to m minus 1 അല്ലേ? എന്നാലല്ലേ അടുത്ത ക്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം തിരിച്ച് വീണ്ടും ഐയിലെത്തണം. അങ്ങനെ ആവുമ്പോഴാണ് ഈ കോസെറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലേ? അതാണ്, അങ്ങനെയുള്ള സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം എസ്. ഇതാണ് കണ്ടീഷൻ. അപ്പൊ നമുക്കറിയാം ക്യൂ റൈസ് ടു എം മൈനസ് 1 കോൺഗ്രുവൻ ടു 0 മോഡ് ക്യൂ റൈസ് ടു എം മൈനസ് 1 എന്നറിയാലോ. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, ക്യൂ റൈസ് ടു എം കോൺഗ്രുവൻ ടു 1 മോഡ് ക്യൂ റൈസ് ടു എം മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? ഇനി രണ്ട് സൈഡിലും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഐ ഇൻറ്റു ക്യൂ റൈസ് ടു എം കോൺഗ്രുവൻ ടു ഐ മോഡ് ക്യൂ റൈസ് ടു എം മൈനസ് 1 എന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇതാ നോക്കിക്കേ, ഈ കോൺഗ്രുവൻസ് നോക്കിക്കേ, ഇത് സിമിലർ ടു ദിസ് കോൺഗ്രുവൻസ് അല്ലേ? എസിന് പകരം എം വെച്ച് റീപ്ലേസ് ചെയ്തെന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പം ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് എസ്. ഇവിടെ നമുക്ക് എമ്മും ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ദാറ്റ് മീൻസ് എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. കാരണം എസ് ആണ് ഏറ്റവും ചെറിയ നമ്പർ ഇങ്ങനത്തെ ഉള്ള കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയത്? കാർഡിനാലിറ്റി സി ഐ, എസ് എന്ന് പറയുന്നത് കാർഡിനാലിറ്റി സി ഐ ആണ്, ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഓക്കെ, ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ കാർഡിനാലിറ്റി സി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എമ്മിന്റെ രണ്ട് സൈഡിലും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും അല്ലേ? അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അപ്ലൈ ചെയ്തത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടുത്തെ സൈൻ മൈനസ് ആണ്, ഒരു തെറ്റ് പറ്റിയതാ, സൈൻ മൈനസ് ആണ്. ഓക്കെ, ഇനി സമ്മേഷനകത്ത് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കിയേ. സമ്മിനകത്ത് എം ആണ് കിടക്കുന്നത്. അപ്പൊ എം ഐയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ എത്ര സമ്മേഷനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഡെൽറ്റ മൈനസ് 1 എലമെന്റ്സ് അല്ലേ? ഡെൽറ്റ മൈനസ് 1 എലമെന്റ്സ് ഉണ്ട്. സോ അപ്പം എമ്മിനെ ഡെൽറ്റ മൈനസ് 1 ടൈംസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് എം ഇൻറ്റു ഡെൽറ്റ മൈനസ് 1. സോ അപ്പോൾ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ,
അപ്പോൾ ഇത് യൂസ് ചെയ്തുള്ള എക്സാമ്പിളാണ് അടുത്തത്. ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഒരു BCH കോഡിന്റെ ലെങ്ത് 15 ആണെന്ന് തന്നിട്ടുണ്ട്, ഡിസൈൻ ഡിസ്റ്റൻസ് Δ3 ആണെന്ന് തന്നിട്ടുണ്ട്, ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ജനറേറ്റർ പോളിനോമിയൽ M1ഉം M3ഉം അല്ലേ, LCM ഓഫ് M1 ഓഫ് എക്സും M3 ഓഫ് എക്സും ആണ്, സോറി M2 ഓഫ് എക്സ് ആണ് കേട്ടോ, M2 ഓഫ് എക്സും M3 ഓഫ് എക്സും. സോ അപ്പം C2ഉം C3ഉം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ജനറേറ്റർ പോളിനോമിയൽ LCM ഓഫ് M2 ഓഫ് എക്സും M3 ഓഫ് എക്സും ആണ്. അപ്പോൾ 2ഉം 3ഉം, അപ്പോൾ സൈക്ലോട്ടോമിക് കോസെറ്റ്സ് കണ്ടെയ്നിങ് 2 and 3 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. C2ഉം C3ഉം കണ്ടുപിടിച്ചു. കോസെറ്റ്സ് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൈനറി കോഡാണ്, അപ്പോൾ Q2 ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ C2ഉം C3ക്കകത്ത് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇതിന്റെ യൂണിയനകത്ത് 8 എലമെന്റ്സ് ഉണ്ട് അല്ലേ. സോ അപ്പം നമ്മൾ നേരത്തെ തിയറം അപ്ലൈ ചെയ്യാണ്. നേരത്തെ തിയറത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, ലോവർ ബൗണ്ട് അല്ല അപ്ലൈ ചെയ്യുന്ന, K is equal to Q raised to M-1 മൈനസ് കാർഡിനാലിറ്റി S. ഓക്കെ, ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഡയമെൻഷൻ ഈക്വൽ ടു 7 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ആ തിയറത്തിലെ ലോവർ ബൗണ്ടും ഈ ഡയമെൻഷനും ഇവിടെ ഈക്വൽ ആയിട്ട് വരും എന്നാണ് അടുത്ത നോട്ട് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം കൂടെ ഇതുപോലെ തന്നെ ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഏതൊക്കെ കോസെറ്റ്സാണ് കണ്ടുപിടിക്കേണ്ട? C1, C2, C3, C4 കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി C1 കണ്ടുപിടിക്കുമ്പം അതിനകത്ത് 3 വരുന്നുണ്ട്. അപ്പോൾ C3 എന്ന് പറയുന്നത് C1 എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കോസെറ്റ്സ് കണ്ടുപിടിച്ചു. കോസെറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ യൂണിയനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക. ഈ കോസെറ്റുകളുടെ യൂണിയനെയാണ് നമ്മൾ S എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതിന് യൂണിയനകത്ത് 9 എലമെന്റ്സ് ഉണ്ട്. കാരണം C1 C3 സെയിം ആയിരുന്നല്ലോ. യൂണിയൻ എടുക്കുമ്പോൾ ഒറ്റ ഒരു പ്രാവശ്യം C1 C3 ഏതെങ്കിലും ഒരാളെ കൗണ്ട് ചെയ്താൽ മതി. അപ്പം എൻ്റെ ഡയമെൻഷൻ ഇങ്ങനെ കിട്ടും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. അടുത്ത എക്സാമ്പിൾ പറയുന്നത് T and T ബിലോങ് ടു സെയിം സൈക്ലോട്ടോമിക് കോസെറ്റ് ഓഫ് 2. അതായത് whenever Q2 ആവുമ്പോൾ C1 T കാൽക്കുലേറ്റ് ചെയ്യുക. CTക്കകത്ത് ഫസ്റ്റ് എലമെന്റ് T ആണല്ലേ. ഇനി Tയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2T കിട്ടില്ലേ, അടുത്തതാരാ 4T കിട്ടില്ലേ, ഇങ്ങനെ പോകുന്നു അല്ലേ കോസെറ്റ്. അപ്പോൾ അതാ നോക്കിയാൽ Tയും 2Tയും ഒരു കോസെറ്റിനകത്താ. ദാറ്റ് മീൻസ് C2Tയും CTയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസെറ്റ്സ് സെയിം ആണെങ്കിൽ മിനിമൽ പോളിനോമിയൽസ് കറസ്പോണ്ടിങ് മിനിമൽ പോളിനോമിയൽസ് സെയിം ആണെന്ന് പറയാം. കാരണം ആ തിയറം 3.4.8 നമ്മൾ ആ തിയറം ഇല്ലേ, അതിനകത്ത് മിനിമൽ പോളിനോമിയലിന്റെ എക്സ്പ്രഷൻ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിയത് ഓർമ്മയില്ലേ? അത് യൂസ് ചെയ്യുക. കോസെറ്റ്സിന്റെ ടേംസിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ LCM, ഇതിന്റെ LCMഉം ഈ LCMഉം സെയിം ആണോ? എന്താണ് വ്യത്യാസം? എന്താ? ഇവിടെ M2T-1 വരെ ഉള്ളൂ, ഇവിടെ 2T വരെ ഉണ്ട് അല്ലേ. ഇപ്പൊ 2T ആഡ് ചെയ്താലും പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എന്താ? M2T എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? M2T മുകളിലാണ് വരേണ്ട. M2T ഓഫ് എക്സ് എന്തിനോട് ഈക്വൽ ആണ്? ഇസ് ഈക്വൽ ടു MT ഓഫ് എക്സ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പം ഒരു M2Tയും കൂടെ ഈ LCയത്തിനകത്തോട്ട് ആഡ് ചെയ്താലും കൂട്ടിച്ചേർത്താലും പ്രശ്നമില്ല. അപ്പൊ ഇതിൽ നിന്ന് ഈ LCM എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ പോളിനോമിയൽ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കോണം, ഇവിടെ ഞാൻ A1 ആയിട്ട് എടുത്ത് M1 ഓഫ് എക്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്. നോക്കിക്കേ, M1 ഓഫ് എക്സ്. അപ്പൊ ഇവിടെ A ഈക്വൽ ടു 1 ആണ്. A1 ആണെങ്കിൽ അങ്ങനെയുള്ള BCH കോഡിനെ എന്താ പറയുന്നത്? നാരോ സെൻസ് BCH കോഡ് എന്നാ പറയുന്നത് അല്ലെ. അത് മാത്രമല്ല ഇവിടെ നമ്മൾ Q2 ആയിട്ട് എടുക്കുമ്പോഴാണ് Tയും 2Tയും ഒരു കോസെറ്റി വരുന്നത് അല്ലെ. അപ്പൊ അത് ബൈനറിയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു നാരോ സെൻസ് ബൈനറി BCH കോഡ് ഓഫ് ലെങ്ത് 2 raised to M-1 വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് 2T+1 are the same as narrow sense BCH codes of length 2 raised to M-1 with designed distance 2T. ഓക്കെ, അതായത് ജനറേറ്റർ പോളിനോമിയൽസ് സെയിം ആണെന്നാണ്. അതായത് ഡെൽറ്റ ഈ ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ 2T ആണ്. അതേസമയം റൈറ്റ് സൈഡിൽ എക്സ്പ്രഷനിൽ ഡെൽറ്റ എന്ന് പറയുന്നത്, ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് 2T+1 ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഡിസൈൻഡ് ഡിസ്റ്റൻസ് 2T വന്നാലും ഡിസൈൻ ഡിസ്റ്റൻസ് 2T വന്നാലും കിട്ടുന്ന ജനറേറ്റർ പോളിനോമിയലാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്.
ഡിസൈൻ ഡിസ്റ്റൻസ് 2t+1 വരുമ്പോഴുള്ള ജനറേറ്റർ പോളിനോമിയലാണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടിന്റെയും ജനറേറ്റർ പോളിനോമിയൽ സെയിം ആണെങ്കിൽ കറസ്പോണ്ടിങ് കോഡ്സും സെയിം ആണ് അല്ലേ. അപ്പം ദാറ്റ് മീൻസ് എന്താണ്, ഒരു നാരോ സെൻസ് ബൈനറി BCH കോഡ്സ് ഓഫ് സെയിം ലെങ്ത് ഉള്ള ഡിസൈൻ ഡിസ്റ്റൻസ് 2t-യും 2t+1 ആണെങ്കിൽ രണ്ട് കോഡ്സും സെയിം ആണെന്നാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കേസാണ് ആൽഫ റൂട്ടായിട്ട് വരുന്ന അടുത്തൊരു പ്രോബ്ലം. ആൽഫ റൂട്ടായിട്ട് വരുന്ന ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ F2 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആൽഫ ഇസ് എ പ്രിമിറ്റീവ് എലമെന്റ് ഓഫ് ഏത് ഫീൽഡ് ആയിരിക്കും? വിച്ച് ഫീൽഡ് നിങ്ങൾക്ക് പറയാമോ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാ അല്ലേ. എഫ് ഓവർ F2ന്റെ 2 ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏത് ഫീൽഡ് ആണെന്ന് പറയാം. F2ന്റെ ഈ F2ന്റെ 2 ബേസ് ആയിട്ട് എടുക്കുക. ഇനി ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 4 അല്ലേ, അത് എക്സ്പോണന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ 2⁴ എന്ന് പറഞ്ഞാൽ 16. അപ്പം F16ന്റെ പ്രിമിറ്റീവ് എലമെന്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിനിമൽ പോളിനോമിയൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. M0 ഓഫ് എക്സ്, M1 ഓഫ് എക്സ്, M3 2 ഓഫ് എക്സ്, M3 ഓഫ് എക്സ്. ഓക്കെ, M2 ഓഫ് എക്സ് കാണാത്തതിന് കാരണം എന്താ? M2ഉം M1ഉം സെയിം ആണ്. ഇവിടെ F2 അല്ലേ, ബൈനറിയുടെ കേസിൽ M2 ഓഫ് എക്സും M1 ഓഫ് എക്സും സെയിം ആണ്. അതുകൊണ്ടാണ് M2 കാണാത്തത് സ്പെഷ്യലി. ഓക്കെ, അപ്പൊ ജനറേറ്റർ പോളിനോമിയൽസ് കാണുന്ന വിധം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല. ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചത് മിനിമൽ പോളിനോമിയൽസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ജനറേറ്റർ പോളിനോമിയൽ കാണാൻ ഈ മിനിമൽ പോളിനോമിയൽസിന്റെ എല്ലാം കൂടെ LCM കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ T1 ആവുമ്പോൾ 2t+1 ഡെൽറ്റ 2t+1 ആണ്, ഡെൽറ്റ 3 ആവും. ആ കേസിൽ ജനറേറ്റർ പോളിനോമിയൽ എന്താണ്? അതുപോലെ T2 ആവുമ്പോൾ ഡെൽറ്റ 2t+1 = 5 ആവും. ആ കേസിൽ ജനറേറ്റർ പോളിനോമിയൽ എന്താണ്? ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്, തന്നെ നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി T3 ആവുമ്പോൾ ഡെൽറ്റ 7 ആവും. ജനറേറ്റർ പോളിനോമിയൽ ഇതാണ്. ഓക്കെ, അടുത്തൊരു പ്രൊപ്പോസിഷൻ നോക്കാം. ഒരു നാരോ സെൻസ് ക്യൂവറി BCH കോഡ് ഓഫ് ലെങ്ത് q⁻m−1 വിത്ത് ഡിസൈൻ ഡിസ്റ്റൻസ് ഡെൽറ്റ ഹാസ് ഡയമെൻഷൻ എക്സാക്ട്ലി. ഡയമെൻഷന്റെ ലോവർ ബൗണ്ടോ അപ്പർ ബൗണ്ടോ ഒന്നുമല്ല, ഡയമെൻഷന്റെ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ ഫോർമുല ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? നാരോ സെൻസ് BCH കോഡിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ A1 ആവും. അത് ഓർത്ത് വെച്ചേക്കണം, തെറ്റിപ്പോകരുത്. എല്ലാ BCH കോഡുകൾക്കും ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നാരോ സെൻസ് BCH കോഡുകൾക്ക് മാത്രമേ ഈ ഫോർമുല കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ ഫോർമുല ഡയമെൻഷൻ കാണാനുള്ള ഫോർമുലയാണ്. നാരോ സെൻസ് BCH കോഡ് ആണെങ്കിൽ ഡയമെൻഷൻ കാണാനുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, പ്രൂഫ് നോക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്തത് വെച്ച് നമ്മുടെ ഡയമെൻഷൻ ഈ ഒരു എക്സ്പ്രഷനോട് ഈക്വൽ ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കാർഡിനാലിറ്റി ഓരോ CIയുടെയും കാർഡിനാലിറ്റി M ആണെന്നും എല്ലാ കോസെറ്റുകളും ഡിസ്ജോയിന്റ് ആണെന്നും കാണിക്കാൻ പോവാം. അങ്ങനെ കാണിച്ചാൽ എന്താണ് ഗുണം? ഈ യൂണിയനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഐ മീൻ ഓരോ കോസെറ്റ്സും ഡിസ്ജോയിന്റ് ആണെങ്കിൽ സോ ദാറ്റ് ഇത് രണ്ടും പ്രൂവ് ചെയ്താൽ എങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നാണ്. K = q⁻m−1 മൈനസ് ഇതിനെ നമുക്ക് സം ഓവർ I ഫ്രം 1 to ഡെൽറ്റ -1 കാർഡിനാലിറ്റി CI എന്ന് കൊടുത്തൂടെ? എന്തുകൊണ്ടാണ്? സിൻസ് CIs ആർ ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് മാത്രം. ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് യൂണിയന്റെ കാർഡിനാലിറ്റി എടുത്താലും കാർഡിനാലിറ്റിയുടെ ഓരോന്നിന്റെയും കാർഡിനാലിറ്റി എടുത്ത് സം ചെയ്താലും സെയിം ആയിരിക്കും. ഓക്കെ, ഡിസ്ജോയിന്റ് ആയതുകൊണ്ടാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഓരോ കാർഡിനാലിറ്റിയും എന്തിനോട് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്ന M-നോട് ഈക്വൽ ആണ്. സോ അപ്പം ഡയമെൻഷൻ = q⁻m−1 മൈനസ് സം ഓവർ I ഫ്രം 1 to ഡെൽറ്റ -1 ഇൻറ്റു M. ഓക്കെ, ഈ സമ്മിനകത്ത് എത്ര ടേംസ് ഉണ്ട്? ഡെൽറ്റ -1 ടേംസ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ -1 ടൈംസ് M-നെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം q⁻m−1 മൈനസ് M ഇൻറ്റു ഡെൽറ്റ -1. ഓക്കെ, നമ്മുടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണമായിരുന്നു PDF-നകത്ത്.
അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഓരോ കോസറ്റിൻ്റെയും ഓർഡർ അല്ലെങ്കിൽ കാർഡിനാലിറ്റി എം ആണെന്നും പ്രൂവ് ചെയ്യും, എല്ലാ കോസറ്റ്സും ഡിസ്ജോയിന്റ് ആണെന്നും പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പ്രൂവ് ചെയ്യാൻ പോവാണ്. ടു പ്രൂവ് കാർഡിനാലിറ്റി CI is equal to M. അത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു ക്ലെയിം ആണ് ആദ്യം കാണിക്കുന്നത്. ആ ക്ലെയിം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കോൺട്രി അസ്യൂം ചെയ്തു. അതായത് സപ്പോസ് I congruent to Q raised to T into I for some integer T. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് കോൺഗ്രുവൻസിൻ്റെ രണ്ട് ടേമിനെ ഞാൻ കോൺഗ്രുവൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, ബാക്കി അപ്പുറത്തെ സൈഡിൽ 0 ആക്കി. പ്രശ്നമില്ലല്ലോ. ഇനി ഞാൻ ഐയെ കോമൺ എടുത്തു, ഇത് കിട്ടി. ഇനി നമുക്ക് ഓൾറെഡി നമ്മളുടെ അസംഷനിലുണ്ട്, ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. GCD ഓഫ് I Q raised to M minus 1 1 ആണ്. പ്രൊപ്പോസിഷൻ്റെ ഹൈപ്പോത്തസിസിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോണേ. ഈ ഞാൻ പറഞ്ഞായിരുന്നു A1 ആകുമ്പോൾ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. A1 ആയാൽ മാത്രം പോരാ, ഈ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് Q2 ആവരുത്, അതായത് ബൈനറി BCH കോഡ്സിന് ഇത് പറ്റില്ല. അതുപോലെ തന്നെ GCD ഓഫ് Q raised to M minus 1 E എന്ന് പറയുന്നത് 1നും ഡെൽറ്റ മൈനസ് 1നും ഇടയിലുള്ള ഏത് ഇൻറ്റിജർ എടുത്താലും, അതായത് 1നും ഡെൽറ്റ മൈനസ് 1നും ഇടയിലുള്ള ഏത് ഇൻറ്റിജറും Q raised to M minus 1 തമ്മിൽ റിലേറ്റീവ്ലി പ്രൈമോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ, അത് ഓർമ്മയിൽ വേണം. അപ്പൊ അത് ഹൈപ്പോത്തസിസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കി I Q raised to M minus 1 റിലേറ്റീവ്ലി പ്രൈമ. അപ്പൊ ഈ ഇനീക്വാളിറ്റി 1ൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? Q raised to T minus 1 ആയിരിക്കണം Q raised to M minus 1ന്റെ മൾട്ടിപ്പിൾ, കാരണം ഐയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണല്ലോ. അപ്പൊ പിന്നെ Q raised to T minus 1 മൾട്ടിപ്പിൾ ഓഫ് Q raised to M minus 1, അതായത് കോൺക്രുവന്റ് 0 മോഡ് Q raised to M minus 1. ഓക്കെ, അതായത് ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, പക്ഷേ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്നും Q raised to M minus 1 ഡിവൈഡ്സ് എന്നല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആരായിരിക്കും ചെറുത്, ആരായിരിക്കും വലുത്? ഡിവൈഡ് ചെയ്യുന്ന ആളല്ലേ ചെറുതല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന Q raised to M minus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Q raised to T minus 1 എന്നാണ് കിട്ടുന്നത്. പക്ഷെ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം എന്താണ്? Q raised to M minus 1 സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ Q raised to T minus 1. കാരണം എന്താ? M സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ T ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. കോൺട്രഡിക്ഷൻ കിട്ടിയത് കൊണ്ട് ക്ലെയിം ശരിയാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഈ ക്ലെയിം കൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ഒറ്റയടിക്ക് മനസ്സിലായില്ലെങ്കിലും നോക്കുക. CI സൈക്ലോട്ടോമിക് കോസെറ്റ് എടുത്തു. സൈക്ലോട്ടോമിക് കോസെറ്റിനെ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെ. വേർ എസ് എന്ന് പറയുന്നത് എന്താണ്? കാർഡിനാലിറ്റി CI ആണ്. അതുപോലെ തന്നെ എസിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു. S is the smallest number satisfying the incongruence Q raised to S into I congruent to I mod Q raised to M minus 1 അല്ലേ. ഓക്കെ, അപ്പൊ ഈ ക്ലെയിം എന്താ പറയുന്നത്? ക്ലെയിം ഒന്ന് നോക്കിയേ നിങ്ങൾ. ക്ലെയിമിൽ പറയുന്നത് ടിയുടെ വാല്യൂ, ഐയുടെ വാല്യൂ ഡെൽറ്റ മൈനസ് 1, ഐയുടെ വാല്യൂ മാത്രമല്ല ടിയുടെ വാല്യൂ M 0 ലെസ് ദാൻ T ലെസ് ദാൻ M, T സ്ട്രിക്ട്ലി ലെസ് ദാൻ M ആണ്. അപ്പൊ 0യ്ക്കും M-നും ഇടയിലുള്ള ഏത് T എടുത്താലും, അതായത് 0യ്ക്കും M minus 1നും ഇടയിലുള്ള ഏത് T എടുത്താലും Q raised to S into I, T അല്ല ഇവിടെ I ആണ്, സോറി. Q raised to S into I, സോറി, ഇതാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. Q raised to T into I നോട്ട് കോൺഗ്രുവന്റ് ടു I എന്നാണ്. ഓക്കെ, പക്ഷെ CIയുടെ കാർഡിനാലിറ്റി S ഏത് ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം? ഈ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലാണ് ഓർഡർ ഓഫ് CI S ആവുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, 1നും ഡെൽറ്റ മൈനസ് 1, 0യ്ക്കും ഇവിടെ ഒരു കാര്യം കൊണ്ട് എഴുതണം. ഫോർ
ടിയുടെ വാല്യൂ എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി സ്ട്രിക്ട്ലി ലെസ് ദാൻ എം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-1. അപ്പോൾ 0യ്ക്കും m-1നും ഇടയിലുള്ള ഏത് ടി എടുത്താലും ഈ q⁻t ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടില്ല. ഐ കിട്ടിയാലല്ലേ ഉള്ളൂ നമുക്ക് ആ കോസെറ്റിന്റെ ഓർഡർ ടി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് അതിൽ നിന്നും എന്ത് പറയാം? എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞൂടെ? നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മളിവിടെ ക്യൂ ഇപ്പം സപ്പോസ് 3 ആയിട്ട് എടുത്തു, സി 1 എടുക്കുക. 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് ആണ്. അതുപോലെ ഇവിടുത്തെ ലെങ്ത് n എന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് 3 - 2 - 1, 3² - 1 8 ആണ് ലെങ്ത് എന്ന് വിചാരിക്കാം. അപ്പം ലെങ്ത് ഇസ് ഈക്വൽ ടു 8 ആണ്. അപ്പം 1നെ കണ്ടെയ്ൻ ചെയ്യുന്ന കോസെറ്റ് 1 ഉണ്ട്, 3 ഉണ്ട്. 3 × 3 9 ആണ് അല്ലേ? 9 എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് 1 ആണ്. അപ്പൊ ഈ 9 അടുത്തത് എഴുതുമ്പം 9 കോൺഗ്രുവന്റ് 1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് തൊട്ട് മുമ്പ് വെച്ച് നിർത്താം, ഇതില്ല എന്ന് പറയാം അല്ലെ? 1 ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ 1 എഴുതണ്ട. അപ്പൊ അതിന്റെ മീനിങ് ഇതിനകത്ത് രണ്ടാമത്തെ C1ന്റെ ഓർഡർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ 2 ആവാൻ കാര്യം എന്താ? ഈ 1നെ ഞാൻ 9² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എനിക്ക് 1 തന്നെ കിട്ടി. 9² അല്ല, 3². അതായത് 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 1 തന്നെ കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന ക്ലെയിമിൽ എന്താ പറയുന്നത്? ഐയെ ഞാൻ q⁻t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഐ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഈ ടീകളൊന്നും എന്തായാലും ഓർഡർ ആവാൻ ചാൻസ് ഇല്ല. ഒരു CIയുടെയും ഓർഡർ ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ ടിയുടെ വാല്യൂ എന്താണ്? 0യ്ക്കും m-1നും ഇടയിലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഓരോ CIകളുടെയും കോസെറ്റുകളുടെയും ഓർഡർ എന്ന് പറയുന്നത് 0 മുതൽ m-1 ആവുമോ? അല്ല. അപ്പൊ പിന്നെ എമ്മോ അതിൽ കൂടുതലോ ആണ് ഓർഡർ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. കോസെറ്റുകളുടെ ഓർഡർ എമ്മോ അതിൽ കൂടുതലോ ആയിരിക്കും. ഓക്കെ, ഇനി ഓൾറെഡി നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞു കഴിഞ്ഞു, ഏത് കോസെറ്റ് എടുത്താലും അതിനകത്ത് അറ്റ്മോസ്റ്റ് m എലമെന്റ്സേ ഉള്ളൂ. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആ സെയിം പ്രൂഫ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടും എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. രണ്ട് കൂടെ കമ്പൈൻ ചെയ്യുമ്പം കാർഡിനാലിറ്റി CI ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്തത് രണ്ട് കോസെറ്റുകൾ ഡിസ്ജോയിന്റ് ആണെന്നാണ് കാണിക്കുന്നത്. അതിനും പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺട്രി അസ്യൂം ചെയ്തു. സെയിം ഏതെങ്കിലും ഒരു CI CJ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്യുക. CI CJ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ Q ഈക്വൽ ടു 2 ആയിട്ട് എടുത്തു. C1 എടുക്കുക. n എന്ന് പറയുന്നത് സം 15 ആണെന്ന് വിചാരിക്കുക. C1 1 ഉണ്ട്, 2 ഉണ്ട്, 2 × 2 4 ഉണ്ട്, 4 × 2 8 ഉണ്ട്, 8 × 2 16 എന്ന് പറയുന്നത് വീണ്ടും 1 ആയി. സോ അപ്പോൾ ഇവിടെ വെച്ച് നിന്നു. ഓക്കെ, അതായത് ഇപ്പം കാർഡിനാലിറ്റി CI ഇപ്പം എത്രയാണ്? ഇവിടെ C1 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 വരാൻ കാരണം ഈ 1 × 2 അല്ലേ Q2⁴ എന്ന് പറയുന്നത് കോൺഗ്രുവന്റ് 1 തന്നെ വന്നു. അതുകൊണ്ടാണ് കാർഡിനാലിറ്റി C1 എന്ന് പറയുന്നത് 4 ആയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാ നോക്കിയേ, ഇവിടെ 2 ഉണ്ടല്ലേ? അപ്പൊ C1ഉം C2ഉം സെയിം ആണ്. അതുപോലെ C4ഉം സെയിം ആണ്. അതുപോലെ C8ഉം സെയിം ആണ്. ഓക്കെ, അപ്പൊ ഈ സെയിം ആവണമെങ്കിൽ ഇപ്പൊ CIയും CJയും സെയിം ആണ്. ഞാൻ ഇതിനെ ഈ 1നെ ഞാൻ I എന്നും കൊടുത്തു, 2നെ ഞാൻ J എന്നും കൊടുത്തു. അപ്പൊ CIയും CJയും സെയിം ആവണമെങ്കിൽ ഈ Iയെ ഏതോ 2ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം J കിട്ടണം അല്ലെ? ഇവിടെ 2 എന്ന് പറയുന്നത് Q ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇൻ ജനറൽ പറയാം, CI CJ സെയിം ആവണമെങ്കിൽ ഐയെ ഏതെങ്കിലും ക്യൂവിന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ J കിട്ടണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. CI CJ സെയിം ആവുക എന്ന് പറഞ്ഞാൽ J കോൺഗ്രുവന്റ് ടു Q⁻s ആയി. ഐയെ Q⁻s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം J കിട്ടണം. മോഡുലോ ഇത് അങ്ങനെ ഒരു ഇൻറ്റിജർ S ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് CI CJ സെയിം ആവുന്നത്. ഓക്കെ, അപ്പൊ ഞാനിനി രണ്ട് സൈഡിലും -i ചെയ്തു, കോമൺ എടുത്തു. അപ്പൊ ഇപ്പൊ കിട്ടിയതൊന്ന് നോക്കിക്കേ, J - I കോൺഗ്രുവന്റ് Q⁻s - 1 × I എന്നാ കിട്ടിയത് അല്ലേ? പക്ഷേ നമ്മുടെ ഓൾറെഡി നമ്മുടെ അസംഷൻ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്ത് ഐയും Q⁻m-1ഉം റിലേറ്റീവ്ലി പ്രൈമ, കാരണം ഐയുടെ വാല്യൂ Δ-1നും 1നും ഇടയിലാണ്. ഓക്കെ, സോ അപ്പൊ ഇതിൽ നിന്നും ഈ കോൺഗ്രുവൻസിൽ ഫസ്റ്റും ലാസ്റ്റും ടേമുകൾ മാത്രം നോക്കുക.
ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഐ റിലേറ്റീവ്ലി പ്രൈമ. അപ്പൊ പിന്നെ ജെ മൈനസ് ഐ കോൺഗ്രുവന്റ് ടു ക്യൂ റൈസ് ടു എസ് മൈനസ് വൺ മോഡ് ക്യൂ റൈസ് ടു എം മൈനസ് വൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടിനെ ഒരുമിച്ച് എടുത്തു, ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു. ആ കോൺഗ്രുവൻസിന്റെ മീനിങ് എന്താണ്? ക്യൂ റൈസ് ടു എം മൈനസ് വൺ ഡിവൈഡ്സ് ജെ മൈനസ് ഐ മൈനസ് ക്യൂ റൈസ് ടു എസ് മൈനസ് വൺ. ഇനി ക്യൂ റൈസ് ടു എം മൈനസ് വൺ അല്ലെങ്കിൽ ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണിനെ നമുക്ക് ഒരു ഫാക്ടർ ഏതാ? നമുക്കറിയാമല്ലോ ക്യൂ മൈനസ് വൺ ഒരു ഫാക്ടർ. എന്തുകൊണ്ടാണ്? ക്യൂ ഈക്വൽ ടു വൺ ഒരു റൂട്ടാണ്. അപ്പോൾ ക്യൂ മൈനസ് വൺ ഓൾവേസ് ഒരു ഫാക്ടർ അല്ലേ? അതുപോലെ ക്യൂ റൈസ് ടു എസ് മൈനസ് വണ്ണിനെ നമുക്ക് എന്ത് പറയാം? ക്യൂ മൈനസ് വൺ ഒരു ഫാക്ടറാണ്. ബാക്കി നമുക്കറിയണ്ട. അപ്പം ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണിനെ ക്യൂ റൈസ് ടു എസ് മൈനസിന്റെ ഫാക്ടറാണ് ക്യൂ മൈനസ് വണ്ണ്. സോ അപ്പം ക്യൂ മൈനസ് വണ്ണ് ആരുടെയും ഫാക്ടർ ആയിരിക്കും? ജെ മൈനസ് ഐയുടെയും ഫാക്ടർ ആയിരിക്കില്ല, കാരണം ഇതിന്റെയും ഫാക്ടറാണ്. സോ അപ്പോൾ ജെ മൈനസ് ഐയുടെയും ഫാക്ടർ ആയിരിക്കും ക്യൂ മൈനസ് വൺ. അതിനെ കോൺഗ്രുവൻസ് രൂപത്തിൽ എഴുതി ജെ മൈനസ് ഐ കോൺഗ്രുവന്റ് ടു 0 മോഡ് ക്യൂ മൈനസ് വൺ. ഇനി നമ്മളുടെ ഹൈപ്പോത്തസിസ് വെച്ച് ജെയും ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണും റിലേറ്റീവ്ലി പ്രൈമ. ഓക്കെ, എന്തുകൊണ്ടാണ് ജെയുടെ വാല്യൂ 0യ്ക്കും ഡെൽറ്റ മൈനസ് വണ്ണിനും ഇടയിലായതുകൊണ്ട്. ഓക്കെ, അതുപോലെ ഇതും റിലേറ്റീവ്ലി ഐയും ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണും റിലേറ്റീവ്ലി പ്രൈമ. സോ അവരുടെ ഡിഫറൻസും ജെ മൈനസ് ഐയും ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണും റിലേറ്റീവ്ലി പ്രൈമ. ഇനിയിപ്പോൾ നോക്കിയേ, ഇപ്പം കിട്ടിയതൊന്ന് നോക്കിയേ, എന്താണ്? ജെ മൈനസ് ഐ ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണും റിലേറ്റീവ്ലി പ്രൈമ. റിലേറ്റീവ്ലി പ്രൈമ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ വൺ അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ കിട്ടിയത് എന്താണ്? ജെ മൈനസ് ഐയുടെ ഒരു ഫാക്ടറാണ് ക്യൂ മൈനസ് വൺ. ഈ ഫോർത്ത് കോൺഗ്രുവൻസിൽ കിട്ടിയത് ജെ മൈനസ് ഐയുടെ ഒരു ഫാക്ടറാണ് ക്യൂ മൈനസ് വണ്ണ്. പക്ഷെ ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണിന്റെ ഫാക്ടറും ആണ് ക്യൂ മൈനസ് വൺ. ജെ മൈനസ് ഐയുടെ ഫാക്ടറാണ് ക്യൂ മൈനസ് വൺ. ബാക്കി എന്തോ ആയിക്കോട്ടെ. അപ്പൊ നോക്കിയതാ, ജെ മൈനസ് ഐക്കും ക്യൂ റൈസ് ടു എം മൈനസ് വണ്ണിനും ഒരു ഫാക്ടർ കോമൺ ഇല്ലേ? അപ്പൊ ജി സി ഡി പിന്നെ വൺ ആവാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് 4ഉം 5ഉം കോൺട്രഡിക്ഷൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്ട് ചെയ്യും. സോ നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. സോ കോസെറ്റ്സ് എല്ലാം ഡിസ്ജോയിന്റ് ആയിരിക്കണം. അടുത്തൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. നാരോ സെൻസ് ഈ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നാരോ സെൻസ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ വണ്ണിനും ഡെൽറ്റ മൈനസ് വണ്ണിനും ഇടയിലുള്ള ഏത് ഐ എടുത്താലും ആ ഐയും നമ്മുടെ ലെങ്ത് 63യും തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നാരോ സെൻസും ആണ്. സോ അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോസിഷൻ അപ്ലൈ ചെയ്ത് ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറയാം, ഇതാണെന്ന് പറയാം. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അടുത്തതും അതുപോലെ അടുത്തൊരു പ്രൊപ്പോസിഷൻ, എ നാരോ സെൻസ് ബൈനറി ബിസിഎച്ച് കോഡ് ഓഫ് ലെങ്ത്. അപ്പൊ ഇത് ബൈനറിയുടെ കേസിലാണ്. നേരത്തെ പ്രൊപ്പോസിഷൻ നമുക്ക് ബൈനറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോണം. ഇവിടെ നാരോ സെൻസ് ബൈനറിയുടെ കേസിലുള്ള റിസൾട്ട് ആണ് ഡയമെൻഷൻ കുറഞ്ഞത് n-m ഇൻറ്റു ഡെൽറ്റ മൈനസ് 1/2 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡയമെൻഷൻ ഒരു ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ലോവർ ബൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഡയമെൻഷന്റെ ലോവർ ബൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രൂഫാണ്. ഡയമെൻഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ ഒരു തിയറത്തിനകത്ത്, ഈ വീഡിയോയിലെ ഫസ്റ്റ് തിയറത്തിനകത്ത് പറഞ്ഞ സ്റ്റെപ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഈ യൂണിയനെ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? C2i-1. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്നറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു C(t)യും C2t)യും സെയിം ആണ്. ആരുടെ കേസിൽ? ബൈനറിയിൽ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ ആർഗ്യുമെന്റ്, അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് C1ഉം C2ഉം C4ഉം C6ഉം എക്സെട്ര C2t ഇത്രയും സെയിം ആണെന്ന് പറഞ്ഞൂടെ അല്ലേ? അപ്പൊ ഞാൻ ഈ C1 യൂണിയൻ C2 യൂണിയൻ എക്സെട്ര യൂണിയൻ C2t ഇതും C1 യൂണിയൻ C3 യൂണിയൻ C5 യൂണിയൻ എക്സെട്ര യൂണിയൻ C2t-1 ഇങ്ങനെ എഴുതിയാൽ പ്രശ്നമുണ്ടോ? രണ്ട് സെയിം അല്ലേ? അല്ലേ? കാരണം ഈ ഈവൻ ഇൻഡെക്സ് ഉള്ളതെല്ലാം C1നോട് ഈക്വല. അപ്പൊ ഏതെങ്കിലും ഒരാളെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്താൽ പോരെ? ഒരു യൂണിയൻ എടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം എന്നില്ലല്ലോ. അതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, യൂണിയന്റെ കാർഡിനാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ കാർഡിനാലിറ്റീസ് ആണ് അല്ലേ?
അപ്പോൾ രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. അതാണ് ഈ സ്റ്റെപ്പ്. അടുത്തത് ഓരോ കോസെറ്റിലും കുറഞ്ഞത് m എലമെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. സോ അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ടിയുടെ വാല്യൂ ഒന്ന് കൊടുത്താൽ മതി, ടിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റയിൽ കൊടുത്താൽ മതി. അടുത്തൊരു എക്സാമ്പിൾ. അപ്പം ഓർത്തോണം, ഈ ഒരു ലോവർ ബൗണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ബൈനറി BCH കോഡിനാണ്. അപ്പം അടുത്ത എക്സാമ്പിൾസ് എല്ലാം നാരോ സെൻസ് ബൈനറി BCH കോഡ്സിനാണ്. അടുത്ത എക്സാമ്പിൾസ് എല്ലാം നാരോ സെൻസ് ബൈനറി BCH കോഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ കറസ്പോണ്ടിങ് സൈക്ലോട്ടോമിക് കോസെറ്റ്സ് കണ്ടുപിടിക്കുക. അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കുക, അത് എന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഡയമെൻഷൻ കാണുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് കഴിഞ്ഞ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തതല്ല, ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. കഴിഞ്ഞ പ്രൊപ്പോസിഷന്റെ ലോവർ ബൗണ്ട് ഇവിടെ ഡയമെൻഷനോട് ഈക്വൽ ആവുന്നുണ്ട്. ലോവർ ബൗണ്ട് K അറ്റൈൻസ് ദ ലോവർ ബൗണ്ട് എന്ന് കാണിക്കാൻ ഈ എക്സാമ്പിൾ ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഡയമെൻഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ലാസ്റ്റ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തല്ല, പക്ഷെ ലാസ്റ്റ് പ്രൊപ്പോസിഷനിൽ ഇക്വാലിറ്റി വരുന്ന ഒരു എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. അതും ഇതുപോലെ തന്നെ ഡയമെൻഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കോസെറ്റ്സ് കണ്ടുപിടിച്ചാൽ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ജസ്റ്റ് യൂണിയനകത്ത് എത്ര ആൾക്കാരുണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് കോസെറ്റ്സ് സെയിം ആയിട്ടാണ് വരുന്നത്. C1 C3 സെയിം ആയിട്ടാണ് വരുന്നത്. പേജ് മാറിപ്പോയി. C1 C3 സെയിം അല്ല കേട്ടോ. ഇവിടെ സെയിം അല്ല, എല്ലാ കോസെറ്റ്സും ഡിസ്റ്റർബൻ്റാ. സോ എല്ലാ കോസെറ്റ്സിൻ്റെയും കൂടെ യൂണിയൻ എന്ന് പറയുന്നത് 5 5 5 5നെ 4 പ്രാവശ്യം ആഡ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബിഗർ ദാൻ ദ ലോവർ ബൗണ്ട് ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഡിസൈൻഡ് ഡിസ്റ്റൻസ് 2t ആയാലും ഡിസൈൻ ഡിസ്റ്റൻസ് 2t+1 ആയാലും കറസ്പോണ്ടിങ് നാരോ സെൻസ് ബൈനറി BCH കോഡ്സ് വിത്ത് സെയിം ലെങ്ത് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ട് ഈ പ്രൊപ്പോസിഷനെ നമുക്ക് ഒന്നും കൂടെ റീസ്റ്റേറ്റ് ചെയ്ത് പറയാം. സെയിം കാര്യം തന്നെ. ഡിസൈൻഡ് ഡിസ്റ്റൻസ് പ്രൊപ്പോസിഷനിൽ ഡിസൈൻഡ് ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? ഡെൽറ്റ ഈക്വൽ ടു 2t+1 അല്ലായിരുന്നോ? ഡെൽറ്റ ഈക്വൽ ടു 2t+1 ആയിരുന്നു പ്രൊപ്പോസിഷൻ ഡിസൈൻഡ് ഡിസ്റ്റൻസ്. ഈ സെയിം കാര്യം തന്നെ ഡെൽറ്റ ഈക്വൽ ടു 2t എന്ന് പറഞ്ഞാലും ഹോൾഡ് ചെയ്യും. കാരണം എന്താ, ഡെൽറ്റ 2t+1 ആയാലും ഡെൽറ്റ 2t ആയാലും കറസ്പോണ്ടിങ് കോഡ്സ് സെയിം ആണ്. നാരോ സെൻസ് ആയിരിക്കണം കേട്ടോ, നാരോ സെൻസ് ബൈനറി ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു ലെമ്മാണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു ലെമ്മാണ്. ഒരു സൈക്ലിക് കോഡ്, ക്യൂറി സൈക്ലിക് കോഡ് ഓഫ് ലെങ്ത് n എടുത്തു. അതിന്റെ ജനറേറ്റർ പോളിനോമിയൽസിന്റെ റൂട്ട്സ് നമ്മൾ കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ g(x)ന് മൾട്ടിപ്പിൾ റൂട്ട്സ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വേർഡ് കോഡ് വേർഡ് ആവണമുള്ള കണ്ടീഷനാണ് ഈ ലെമ്മയിൽ പറഞ്ഞിരിക്കുന്നത്. കോഡ് വേർഡ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് C(α) ഈക്വൽ ടു 0, അതായത് ജനറേറ്റർ പോളിനോമിയലിന്റെ എല്ലാ റൂട്ട്സും C(x)ന്റെയും റൂട്ട് ആണെങ്കിൽ C(x) ഒരു കോഡ് വേർഡ് ആവും. അതുപോലെ തിരിച്ചു C(x) കോഡ് വേർഡ് ആണെങ്കിൽ ജനറേറ്റർ പോളിനോമിയലിന്റെ എല്ലാ റൂട്ട്സും C(x)ന്റെയും റൂട്ട്സ് ആവും എന്നാണ് ഈ ലെമ്മ പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു അസംഷൻ ഉണ്ട്, g(x)ന് മൾട്ടിപ്പിൾ റൂട്ട്സ് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലെമ്മ ഹോൾഡ് ചെയ്യില്ല. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യാം. C(x) ഒരു കോഡ് വേർഡ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സിയുടെ ജനറേറ്റർ പോളിനോമിയൽ ആണ് g(x) അല്ലേ. അങ്ങനെയാണെങ്കിൽ C കോഡ് വേർഡ് ആണെങ്കിൽ C(x) ഒരു കോഡ് വേർഡ് ആണെങ്കിൽ g(x)നെ മൾട്ടിപ്പിൾ ആയിട്ട് C(x)നെ എഴുതാൻ പറ്റും. അതാണല്ലോ ജനറേറ്റർ പോളിനോമിയലിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് C(α) ഇങ്ങനെ എഴുതി. പക്ഷെ g(α) 0 അല്ലേ, കാരണം ജിയുടെ റൂട്ട്സ് അല്ലേ ആൽഫൈസ്. അപ്പൊ ഈ പ്രോഡക്റ്റും 0 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. തിരിച്ച് അസ്യൂം ചെയ്യുക C(α) 0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ C(x)നെ നമുക്ക് C(α) 0 എന്ന് പറഞ്ഞാൽ
ആൽഫ ഐസ് ആർ ദ റൂട്ട്സ് ഓഫ് സി ഓഫ് എക്സ്. ഓക്കെ, റൂട്ട് ആണെങ്കിൽ ആര് ഫാക്ടർ വരും? എക്സ് മൈനസ് ആൽഫ ഐസ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് സി ഓഫ് എക്സ്. ഓക്കെ, ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണ് സി ഓഫ് എക്സിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? അപ്പൊ വേറെ ഫാക്ടേഴ്സ് ഉണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാനൊരു സി നോട്ട് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്രോഡക്റ്റ് ജി ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ജി ഓഫ് എക്സിന്റെ റൂട്ട്സ് ആണ് ആൽഫ ഐസ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ മൾട്ടിപ്പിൾ റൂട്ട്സ് ഇല്ല എന്നുള്ളത് ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ജി ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ആ പ്രോഡക്റ്റിനെ നമുക്ക് 1/k ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? സി ഓഫ് എക്സിനെ ഞാൻ ജി ഓഫ് എക്സിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എനിക്ക് കിട്ടിയില്ലേ? ഓക്കെ, ജി ഓഫ് എക്സിന് മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സി ഓഫ് എക്സ് എവിടെ ഉണ്ട്? സിയിലുണ്ട്, കാരണം ജി ജനറേറ്റർ പോളിനോമിയൽ അല്ലേ. ഓക്കെ, ലീനിയർ കോഡ്സ് ആണ്. സോ എല്ലാ ജി ഓഫ് എക്സിന്റെ മൾട്ടിപ്പിൾസും സിക്കകത്ത് തന്നെ വരും. ഇത്രയേ ഉള്ളൂ ലെമ്മയുടെ പ്രൂഫ്. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇതൊരു ലെമ്മയുടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. അതായത് ജി തന്നിട്ടുണ്ട്, ജിയുടെ റൂട്ട്സ് എല്ലാം ഇവിടെ സിയുടെ റൂട്ട്സ് ആണ്. സോ സി എന്ന് പറയുന്നത് ഒരു കോഡ് വേർഡ് ആണെന്നുള്ളത് ലെമ്മ അപ്ലൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. തന്നെ നോക്കുക. ഇനി ഒരു തിയറം പറയുന്നത്, BCH കോഡ് വിത്ത് ഡിസൈൻ ഡിസ്റ്റൻസ് ഡെൽറ്റ ഹാസ് മിനിമം ഡിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയമെൻഷന്റെ കാര്യമായിരുന്നു. ഇനി BCH കോഡിന്റെ ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു BCH കോഡിന്റെ മിനിമം ഡിസ്റ്റൻസ് കുറഞ്ഞത് ഡെൽറ്റ ആയിരിക്കും. അപ്പൊ ഇത് ഒരു ലോവർ ബൗണ്ട് ആണ്, ഡിസ്റ്റൻസ് ഓഫ് ദ കോഡിന്റെ ലോവർ ബൗണ്ട് ആണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ ആരാണ്? ഡിസൈൻഡ് ഡിസ്റ്റൻസ്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഒരു പ്രിമിറ്റീവ് എലമെന്റ് ആൽഫ എടുത്തു. നമ്മുടെ കോഡ് സിയുടെ ജനറേറ്റർ ഇതാണെന്ന് അസ്യൂം ചെയ്തു. ജനറേറ്റർ അറിയാലോ എന്താണെന്ന്. ഡെഫിനിഷനകത്ത് BCH കോഡിന്റെ ഡെഫിനിഷനകത്ത് ജനറേറ്റർ പോളിനോമിയൽ എന്താണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ നമ്മൾ ഇവിടെ എടുത്തു. ഇവിടെ MI ഓഫ് എക്സ് മിനിമൽ പോളിനോമിയൽ ഓഫ് ആൽഫ റൈസ് ടു ഐ ആണ് അല്ലെ. അപ്പം ജനറേറ്റർ പോളിനോമിയൽ ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. ഈ ജനറേറ്റർ പോളിനോമിയലില് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ആൽഫ റൈസ് ടു MI ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മിനിമൽ പോളിനോമിയൽ ഓഫ് ആൽഫ റൈസ് ടു ഐ ആണ്. അപ്പം ആൽഫ റൈസ് ടു ഐ ആരുടെ റൂട്ടാണ്? റൂട്ട്സ് ഓഫ് MI ഓഫ് എക്സ് ആണ്. MI ഓഫ് എക്സിന്റെ റൂട്ട്സ് ആരുടെയും റൂട്ടാവും? ജി ഓഫ് എക്സിന്റെയും റൂട്ടാവില്ലേ അല്ലെ. അപ്പൊ ആൽഫ റൈസ് ടു ഐ ജി ഓഫ് എക്സിന്റെയും റൂട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആരൊക്കെയാണ് ജി ഓഫ് എക്സിന്റെ റൂട്ട്? ജി ഓഫ് എക്സിന്റെ കുറച്ച് റൂട്ടുകൾ നമുക്ക് കിട്ടി. ഏതൊക്കെയാ? ഒന്ന് ആൽഫ റൈസ് ടു എ, കാരണം MA ഓഫ് എക്സിന്റെ റൂട്ട് ആൽഫ റൈസ് ടു എ MA ഓഫ് എക്സിന്റെ ഒരു റൂട്ടാണ്. അപ്പൊ ആൽഫ റൈസ് ടു എ എന്ന് പറയുന്നത് ജി ഓഫ് എക്സിന്റെ റൂട്ടാണ്. ആൽഫ റൈസ് ടു A+1 MA+1ന്റെ റൂട്ടാണ്. സോ ജി ഓഫ് എക്സിന്റെയും റൂട്ടായിരിക്കും. എക്സെട്ര ആൽഫ റൈസ് ടു A പ്ലസ് ഡെൽറ്റ മൈനസ് 2 ആരുടെ റൂട്ടാണ്? ജി ഓഫ് എക്സിന്റെ റൂട്ടാണ്. ഇത്രയും ജി ഓഫ് എക്സിന്റെ റൂട്ടുകളാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇത് ആക്ച്വലി MA ഓഫ് എക്സിന്റെ റൂട്ടാണ്. ഇത് MA+1 ഓഫ് എക്സിന്റെ റൂട്ടാണ്. ഇത് MA പ്ലസ് ഡെൽറ്റ മൈനസ് 2ന്റെ റൂട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം പക്ഷെ ഈ ഇതിന്റെ LCM അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്രോഡക്റ്റ് ആയിട്ട് വരും ജി ഓഫ് എക്സ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ചിലത് സെയിം ആവുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് എടുത്താൽ മതി. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മിനിമൽ പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് LCM വരുന്നത്. ഓക്കെ, സോ അപ്പം ഈ തന്ന ആൾക്കാർ ആൽഫയുടെ പവേഴ്സ് ആൽഫ റൈസ് ടു എ, ആൽഫ റൈസ് ടു A+1 ഇതെല്ലാം ജി ഓഫ് എക്സിന്റെ റൂട്ടുകളാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി സപ്പോസ് സി ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിലോട്ട് ഞാൻ കിടക്കുവാണ്. നമ്മുടെ കോഡിന്റെ മിനിമം ഡിസ്റ്റൻസിന് ഞാൻ D എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? D ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പ്രൂവ് ചെയ്യണം. ഞാൻ അതിനുവേണ്ടി കോൺട്രി അസ്യൂം ചെയ്തു, D ലെസ് ദാൻ ഡെൽറ്റ എന്ന് അസ്യൂം ചെയ്തു. അപ്പം മിനിമം ഡിസ്റ്റൻസ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു കോഡ് വേർഡ് എക്സിസ്റ്റ് ചെയ്യുമല്ലോ. അപ്പൊ അതിനെ ഞാൻ C ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ,
സി ഓഫ് എക്സിന്റെ വെയിറ്റ് എത്രയാണ്? ഡി ആണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡി കോയിഫിഷ്യൻസ് അല്ല, ഓക്കെ, സിയുടെ ഡി കോർഡിനേറ്റ്സ് നോൺ സീറോ ആണല്ലോ. ആ നോൺ സീറോ കോർഡിനേറ്റ്സ് വരുന്ന പൊസിഷൻസിനെ ഞാൻ I1 I2 എക്സെട്ര ID എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അതായത് സി ജെ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ജെ എവിടെ വരണം? ആറിനകത്ത് വരണം. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് നോൺ സീറോ ആണെങ്കിൽ ആ കോർഡിനേറ്റ് ഏത് പൊസിഷനിലാ? ഈ ആറിലുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നാലേ നോൺ സീറോ ആവത്തുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നേരത്തെ ലെമ്മ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകണം. നേരത്തെ ലെമ്മ അപ്ലൈ ചെയ്ത് സി ഓഫ് എക്സ് ഒരു കോഡ് വേർഡ് ആണല്ലോ. കോഡ് വേർഡ് ആണെങ്കിൽ ജിയുടെ എല്ലാ റൂട്ട്സും സിയുടെ റൂട്ട്സ് ആണല്ലോ. അപ്പം ഇപ്പം കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞു ആൽഫ റൈസ് ടു ഐകള്, ആൽഫ റൈസ് ടു എ, ആൽഫ റൈസ് ടു A+1 എക്സെട്ര, അതെല്ലാം ജിയുടെ റൂട്ടാന്ന് പറഞ്ഞില്ലേ. സോ അപ്പൊ അതെല്ലാം സിയുടെയും റൂട്ടാണ്. സോ അപ്പം അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് ഇത്. ഇത് നോക്കിയാൽ മതിയേ. ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് റോ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സി ഓഫ് ആൽഫ റൈസ് ടു എ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് റോയിൽ കിട്ടുന്നത് സെക്കൻഡ് റോയിൽ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സി ഓഫ് ആൽഫ റൈസ് ടു A+1 ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കിട്ടി. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ പൊസിഷൻസിൽ മാത്രമേ നോൺ സീറോ വരത്തുള്ളൂ എന്നല്ലേ. സിയുടെ കോഎഫിഷ്യൻസ് നോൺ സീറോ വരുന്ന ഈ പൊസിഷൻസിൽ മാത്രമാണ്. സോ അപ്പൊ ഞാൻ ഈ തൊട്ട് മുമ്പത്തെ ഈ സിസ്റ്റത്തിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് ടേംസിനെ ഞാൻ കളഞ്ഞു. അതായത് ഞാൻ നോക്കിക്കേ, ഈ CI1 CI2 ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള കോർഡിനേറ്റ്സ് എല്ലാം 0 അല്ലേ. അപ്പൊ ഞാൻ ആ സീറോസിനെ എല്ലാം കളഞ്ഞ് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഇക്വേഷൻസ് വരുന്നുണ്ട്? Δ-1 ഇക്വേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അസംഷൻ എന്താ? നമ്മൾ കോൺട്രി അസ്യൂം ചെയ്തു. അതെന്താണ്? D ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ-1 എന്ന്. അപ്പം D ഒന്നുകിൽ Δ-1 ചെറുതാവാം അല്ലെങ്കിൽ ഈക്വൽ ആവും. ഈക്വൽ ആയാൽ ഇത് തന്നെയാണ് നമ്മുടെ സിസ്റ്റം. ചെറുതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ D ഇക്വേഷൻസ് നമ്മൾ ചൂസ് ചെയ്തു. എന്താണെന്ന് മനസ്സിലായോ? ആദ്യത്തെ D ഇക്വേഷൻസ് ചൂസ് ചെയ്തു. അപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവും. ഇങ്ങനെ ഇവിടെ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. നേരത്തെ സിസ്റ്റത്തില് ഡെൽറ്റ ഉള്ളിടത്തെല്ലാം നമ്മൾ എന്താക്കി? D-1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതിന് കാരണം എന്താ? D ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ-1 ആയതുകൊണ്ട്. ഓക്കെ, D ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ-1 ആയതുകൊണ്ട് നേരത്തെ ഇക്വേഷനകത്ത് ഡെൽറ്റ ഉള്ളിടത്ത് D-1 അല്ല D+1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, നോക്കിയേ, ഇതിനകത്ത് ഈ പവർ ആൽഫയുടെ പവർ എന്താ? A+Δ-2 അല്ലേ. ഇവിടെ ഈ ഡെൽറ്റ ഉള്ളിടത്തെല്ലാം ഞാൻ D+1 കൊണ്ട് റീപ്ലേസ് ചെയ്തു. കാരണം D ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ-1 ആണ്. അതിൽ നിന്നും ഡെൽറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D+1 ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഉള്ളിടത്തെല്ലാം ഞാൻ D+1 കൊടുത്തു. സോ അപ്പൊ അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷനെ കുറിച്ച് ഞാൻ പറയാൻ പോവാ. ഈ സിസ്റ്റത്തിന് ഒരേ ഒരു സൊല്യൂഷൻ ഉള്ള ഒന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാം. അതിനെന്താ പ്രൂവ് ചെയ്യേണ്ട? ഡിറ്റർമിനന്റ് ഓഫ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ് നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പൊ അത് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ഓരോ കോളത്തിൽ നിന്ന് ഞാൻ ആൽഫ റൈസ് ടു എ, ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഞാൻ ആൽഫ റൈസ് ടു എ വെളിയിലെടുത്തു. സെക്കൻഡ് കോളത്തിൽ നിന്ന് ഞാൻ ഫസ്റ്റ് കോളത്തിൽ നിന്ന് ആൽഫ റൈസ് ടു എ ദ ഹോൾ റൈസ് ടു I1 ഞാൻ വെളിയിലെടുത്തു. ഓക്കെ, സെക്കൻഡ് കോളത്തിൽ നിന്നും ആൽഫ റൈസ് ടു A+1 ദ ഹോൾ റൈസ് ടു I2 ഞാൻ വെളിയിലെടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെളിയിലെടുക്കുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും. ഇനി ബാക്കിയുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇതെന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് മെട്രിക്സ് ആണ്, വാണ്ടർമോൺ മെട്രിക്സ് എന്ന് പറയും. അതിന്റെ ഡിറ്റർമിനന്റ് ഇതാണ്. ഓക്കെ, അതിന്റെ ഡിറ്റർമിനന്റ് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതാണ്. അത് ചെയ്ത് നോക്കിയാലും അത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് 0 ആവുമോ ഈ പ്രോഡക്റ്റ്? ഇല്ല അല്ലെ, ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അപ്പം കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ആയിരിക്കും. പക്ഷെ ഇതൊരു ഹോമോജനസ് സിസ്റ്റം അല്ല, റൈറ്റ് സൈഡിൽ 0 അല്ലേ കിടക്കുന്നത്. ഹോമോജനസ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ, ട്രിവിയൽ സൊല്യൂഷൻ എന്തായാലും ഒരു സൊല്യൂഷനാ. അപ്പോൾ പിന്നെ യുണീക് സൊല്യൂഷനേ ഉള്ളൂ. അപ്പം ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടുത്തെ വേരിയബിൾസ്? ഈ CI1 ഇതല്ലേ വേരിയബിൾസ്. അപ്പൊ ഇതിൽ ഓരോന്നും 0 ആവും. പക്ഷെ അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? കാരണം എന്താ, നമ്മള് CI1 CI2 എല്ലാം നോൺ സീറോ എന്നല്ലേ എടുത്തത്.
സി ഓഫ് എക്സിന്റെ നോൺ സീറോ കോർഡിനേറ്റ്സ് വരുന്ന പൊസിഷൻസിനെ I1 I2 എന്ന് പറഞ്ഞ് എടുത്തത് അല്ലേ. സോ അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആയി. സോ നമ്മുടെ റിസൾട്ട് കിട്ടും. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് ആൽഫ റൂട്ടായിട്ട് വരുന്ന ഒരു റെഡ്യൂസിബിൾ പോളിനോമിയൽ ഓവർ F2 തന്നിട്ടുണ്ട്. സി ഒരു ബൈനറി BCH കോഡ് ഓഫ് ലെങ്ത് 7 വിത്ത് ഡിസൈൻഡ് ഡിസ്റ്റൻസ് 4 തന്നിട്ടുണ്ട്. ജനറേറ്റർ പോളിനോമിയലും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിനിമം ഡിസ്റ്റൻസ്, തെറ്റിദ്ധരിക്കരുത്, ഇത് ഡയമെൻഷൻ അല്ല, മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തിയറം അപ്ലൈ ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജി ഓഫ് എക്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ മിനിമൽ പോളിനോമിയൽസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മിനിമൽ പോളിനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്ത് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ ജി ഓഫ് എക്സിന്റെ വെയിറ്റ് കാണുക. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര നോൺ സീറോ ടേംസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. എത്ര ടേംസ് ഉണ്ട്? 4 അല്ലേ? ഓക്കെ, എത്ര ടേംസ് ഉണ്ട്? 4 അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻസ്, മിനിമം ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയാം. ഓക്കെ, ഇനി തൊട്ട് മുമ്പത്തെ തിയറം വെച്ച് ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ, അത് 4 ആണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 4 കിട്ടും. ഈ പ്രൊസീജിയറാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും യൂസ് ചെയ്യുന്നത്. ജനറേറ്റർ പോളിനോമിയലിന്റെ വെയിറ്റ് കാണുക, അതിൽ നിന്നും നമുക്ക് മിനിമം ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ജനറേറ്റർ പോളിനോമിയൽ ആണ്. പിന്നെ ഈ തിയറം കുറച്ച് മുമ്പത്തെ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കിട്ടും. ഓക്കെ, ആ സെയിം രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ടാമത്തെ പ്രോബ്ലം. ഓക്കെ, അടുത്തതും അതുപോലെ തന്നെ. അടുത്തത് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുണ്ട്, അതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കാം. സോ അപ്പം ഓക്കെ, നേരത്തെ തിയറം അപ്ലൈ ചെയ്ത് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇനി ഇങ്ങനെയുള്ള കോഡ് ഒരു ബൈനറി ഹാമിംഗ് കോഡാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇവിടെ? നാരോ സെൻസ് ബൈനറി BCH കോഡ് വിത്ത് ഡിസൈൻ ഡിസ്റ്റൻസ് 3. ഇതൊരു ബൈനറി ഹാമിംഗ് കോഡാണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈനറി ഹാമിംഗ് കോഡാണ്. സോ അപ്പം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡിസ്റ്റൻസ് ഈക്വൽ ടു 3 ആണ്. ഹാമിംഗ് കോഡ്സിന്റെ ഡിസ്റ്റൻസ് അറിയാലോ, 3 ആണല്ലോ ബൈനറി ഹാമിംഗ് കോഡ്സിന്റെ. സോ അപ്പോൾ ഡിസ്റ്റൻസ് 3 ആണെന്ന് കിട്ടും. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, താങ്ക് യു.